ജസ്വെല്ലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഓണാശംസകൾ എല്ലാവർക്കും നേരുന്നു. ഫെലനോപ്സിസ് ഓർക്കിഡുകളുടെ പൂക്കൾ ഒരു പ്രത്യേക ഭംഗിയാണ്. വലിപ്പമുള്ളതും ഭംഗിയേറിയതുമായ പൂക്കളാണ് ഇവയ്ക്കുള്ളത്. ഫെലനോപ്സിസ് വളർത്തുവാനും വളരെ എളുപ്പമാണ്. കുറച്ചൊക്കെ ശ്രദ്ധിച്ചാൽ നന്നായി വളർത്തിയെടുക്കുവാൻ പറ്റും. ഇവയുടെ പൂക്കൾ 3 മാസം മുതൽ 6 മാസം വരെ വാടാതെ കൊഴിയാതെ നല്ല ഭംഗിയോടെ നിൽക്കും. ഫെലനോപ്സിസ് ഓർക്കിഡുകൾക്ക് അധികം വെയിലൊന്നും ആവശ്യമില്ല. കൂടുതൽ വെയിലടിച്ചാൽ ഇവയുടെ ഇലകളൊക്കെ പൊള്ളിപ്പോകും. അതുകൊണ്ട് ഇവയെ ഇൻഡോർ ആയിട്ടും വളർത്തുവാൻ നല്ലതാണ്. പൂക്കൾ ഉണ്ടായാലും ഇൻഡോറിൽ വെച്ചാൽ ഭംഗിയോടെ നിൽക്കും. പിന്നെ ഇടയ്ക്കൊക്കെ പെസ്റ്റിസൈഡ് അടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ പൂക്കളും ഇലകളും ഒക്കെ കീടങ്ങൾ തിന്ന് നശിപ്പിക്കും. ഫെലനോപ്സിസിൽ പ്രൊപ്പഗേഷൻ നടക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. 4 തരത്തിൽ പ്രൊപ്പഗേഷൻ നടക്കും. നീണ്ടു വരുന്ന ചെടി കട്ട് ചെയ്ത് പ്രൊപ്പഗേഷൻ നടത്താം. അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിരുന്നു. വേണ്ടവർക്കത് കാണാം. പൂക്കളൊക്കെ കൊഴിഞ്ഞു കഴിയുമ്പോൾ സ്പൈക്കിൽ നിന്നും പുതിയ കിക്കീസ് വളർന്നു വരും. നല്ല ഹെൽത്തിയായ പ്ലാന്റുകളിലാണ് ഇങ്ങനെ വളർന്നു വരുന്നത്. അങ്ങനെ വളർന്നു വരുന്ന തൈകളെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ എൻ്റെ ഒരു ചെടിയിൽ ഉണ്ടായി വന്ന കിക്കിയാണ് ഇത്. ഇതിന് 2 വേരുകളും ഇലകളും ഒക്കെ ആകുമ്പോഴാണ് ഇത് മാറ്റി നടുവാൻ പറ്റുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന കിക്കീസ് നമുക്ക് ഒരു കേടും കൂടാതെ വളർത്തിയെടുക്കുവാൻ പറ്റും. 2 വേരുകളും 2-3 വേരുകളും ഇലകളും ഒക്കെ ആകുമ്പോഴാണ് ഇത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇതിപ്പം വേരൊക്കെ വരുന്ന തുടങ്ങുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇതിന് 2 വേരുകളായി 2 ഇലയുമായി. ഇത് ചെടിക്ക് ഒരു ഡാമേജും കൂടാതെ നല്ല മൂർച്ചയുള്ള ഒരു ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്തെടുക്കണം. അറ്റത്തായതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ 2 അറ്റത്തും ഏതെങ്കിലും ഫംഗിസൈഡ് തേച്ച് കൊടുക്കണം. 2 മുറിവുകളിലും. നല്ല ഹോൾസൊക്കെയുള്ള ചട്ടികളിൽ ഓർക്കിഡിന് ഇതുപോലെ ചുറ്റിനും നല്ല ഹോൾസൊക്കെ ഉള്ളതാണ് നല്ലത്. ചട്ടികളിൽ കരി നിറച്ച് കരി നന്നായി ഫംഗിസൈഡിൽ മുക്കി ഉണങ്ങിയെടുത്തതാണ് അതിലേക്ക് വെച്ച് കൊടുക്കുക. ഒരു സൈഡിൽ ആണ് ഫെലനോപ്സിസ് നട്ടു കൊടുക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. കുറച്ച് ചെരിച്ചാണ് വയ്ക്കേണ്ടത്. പെട്ടെന്ന് വേരുകളും കൂടുതൽ ഇലകളും ഒക്കെ വന്ന് തൈ പെട്ടെന്ന് വളർന്നുകൊള്ളും. ഇടയ്ക്ക് ഫംഗിസൈഡും അടിച്ചു കൊടുക്കുക. പൂക്കളുണ്ടായിപ്പോയ ഈ സ്പൈക്കുകൾ കട്ട് ചെയ്ത് നട്ടുവെച്ചും പുതിയ തൈകൾ ഉണ്ടാക്കാം. ഞാനങ്ങനെ നട്ടുവെച്ച് കിളുത്ത് വരുന്നതാണ് ഇത്. ചെടികളുടെ ചുവട്ടിൽ നിന്നും പുതിയ തൈകൾ ഉണ്ടായി വരും. അതും വളർച്ചയെത്തുമ്പോൾ മദർ പ്ലാന്റിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് വേറെ ചെടിയായി നട്ടുവെക്കാവുന്നതാണ്. ഇങ്ങനെ പലതരത്തിലും ഫെലനോപ്സിസിന് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരും വരെ ബൈ. താങ്ക് യു.